800 വാക്കിൽ ഒതുക്കിയ ഒരു ബജറ്റ്. ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച മൊറാർജി ദേശായി. ബജറ്റ് ചോർന്നു പോകുക, ബജറ്റ് തയ്യാറാക്കുന്നതിനിടയിൽ ഹൽവ വിതരണം ചെയ്യുക. കേന്ദ്ര ബജറ്റ് അവതരണങ്ങളുടെ ചില രസകരമായ സംഭവങ്ങളൂടി പ്രേക്ഷകരെ ഞാൻ ഓർമ്മിപ്പിക്കാം. ആയിരത്തി 1860 ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്കോട്ടിഷ് സാമ്പത്തിക വിദഗ്ധനും രാഷ്ട്രീയക്കാരനുമായ ജെയിംസ് വിൽസനാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ഇന്ത്യ സ്വാതന്ത്ര്യമായതിനു ശേഷം ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ധനമന്ത്രി R.K. ഷൺമുഖം ചെട്ടി. 1947 നവംബർ 26 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബജറ്റ്. രാജ്യത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധികളെ നേരിടാൻ 1948 മാർച്ച് 31 വരെയുള്ള 7 മാസത്തെ ഇടക്കാല ബജറ്റായിരുന്നു ഇത്. 1977 ധനമന്ത്രി ഹിരുഭായ് M. പട്ടേലിന്റേതാണ് 800 വാക്കുകൾ മാത്രം ഉൾക്കൊള്ളുന്ന ഏറ്റവും ചെറിയ ബജറ്റ്. ദൈർഘ്യമേറിയ പ്രസംഗം നിർമ്മലാ സീതാരാമന്റേത്. 2020 ബജറ്റ് പ്രസംഗം നീണ്ടത് 2 മണിക്കൂർ 42 മിനിറ്റ്. ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും ഹൽവ വിതരണ ചടങ്ങ് നടക്കും. ബജറ്റ് തയ്യാറാക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന ധനമന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർക്ക് ഹൽവ തയ്യാറാക്കി നൽകുന്നതാണ് ഈ ചടങ്ങ്. 1950 ധനമന്ത്രി ജോൺ മത്തായിയുടെ കീഴിൽ അച്ചടി നടക്കുമ്പോൾ കേന്ദ്ര ബജറ്റ് ചോർന്നു. ചോർച്ചയെ തുടർന്ന് രാഷ്ട്രപതി ഭവനിൽ നിന്ന് മിന്റോ റോഡിലേക്ക് അച്ചടി മാറ്റി. പിന്നീട് 1980 നോർത്ത് ബ്ലോക്ക് ബേസ്മെന്റിലേക്കും. 2017 വരെ റെയിൽവേ ബജറ്റും യൂണിയൻ ബജറ്റും 92 വർഷക്കാലം വെവ്വേറെ അവതരിപ്പിച്ചു. 1955 വരെ യൂണിയൻ ബജറ്റ് ഇംഗ്ലീഷിലായിരുന്നു അവതരിപ്പിച്ചിരുന്നത്. പിന്നീട് ബജറ്റ് പേപ്പറുകൾ ഹിന്ദിയിലും ഇംഗ്ലീഷിലും അച്ചടിച്ചു. 1955-56 കാലത്തെ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി C.D. ദേശ്മുഖാണ് ഇതിന് തുടക്കമിട്ടത്. 1962 മുതൽ 1969 വരെ 10 ബജറ്റുകൾ അവതരിപ്പിച്ച മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയുടെ പേരിലാണ് ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ചതിന്റെ റെക്കോർഡ്. റിസർച്ച് ഡെസ്ക് 24.